തെരഞ്ഞെടുപ്പ് ഫലം എന്തായിരിക്കുമെന്ന കണക്കുകൂട്ടലിന്റെ അവസാന ലാപ്പിൽ ഇടതുമുന്നണിയിലെ ഘടകകക്ഷികളും അങ്കലാപ്പിലാണ്. വിജയം 10 സീറ്റിലേക്ക് ചുരുങ്ങുമെന്ന് വിലയിരുത്തിയ CPIക്ക് പിന്നാലെ ഇടതുമുന്നണിയിലെ ചെറുകക്ഷികളിലും ആശങ്കയുടെ കരുനിഴൽ വീഴുന്നുണ്ട്. 24 സീറ്റുകളിലാണ് ഇക്കുറി പ്രധാന ഘടകകക്ഷികൾ മത്സരിച്ചതെങ്കിലും എത്ര സീറ്റ് ഉറപ്പിക്കാമെന്ന കാര്യത്തിൽ ആത്മവിശ്വാസത്തോടെയുള്ള മറുപടി പലരിൽ നിന്നും ഉയരുന്നില്ല. കടുത്ത മത്സരം, നേരിയ മുൻതൂക്കം അല്ലെങ്കിൽ നേരിയ മേൽക്കൈ തുടങ്ങിയ പ്രയോഗങ്ങളിൽ അഭയം തേടുകയാണ് നേതാക്കൾ. ഘടകകക്ഷി സീറ്റുകളായ തിരുവനന്തപുരം, കോവളം, കാസർഗോഡ് അടക്കമുള്ള ഇടങ്ങളിൽ ഇക്കുറി ഇടത് സ്വതന്ത്രരെ മത്സരത്തിനിറക്കിയത് വിജയിക്കുമോ എന്നത് കണ്ടറിയണമെന്ന വിലയിരുത്തലിലാണ് പാർട്ടി. 12 സീറ്റുകളിൽ മത്സരിച്ച് പ്രധാന ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് മാണി വിഭാഗം ഉറപ്പായി വിജയിക്കുമെന്ന് കണക്ക് കൂട്ടുന്നത് 3 സീറ്റാണ്. ചെയർമാൻ ജോസ് കെ മാണിയുടെ പാലയേക്കാൾ അവർ വിജയപ്രതീക്ഷയിൽ 1-ാം സ്ഥാനത്ത് നിലനിർത്തിയിരിക്കുന്നത് N ജയരാജ് മത്സരിച്ച കാഞ്ഞിരപ്പള്ളിയാണ്. മണ്ഡലത്തിന്റെ പൊതു സ്വഭാവം UDFന് അനുകൂലമെങ്കിലും റാന്നിയിൽ പ്രമോദ് നാരായണൻ കട്ടയ്ക്ക് കട്ട എന്ന വിലയിരുത്തലുണ്ട്. ഇടുക്കിയിൽ റോഷി അഗസ്റ്റിന്റെ കാര്യത്തിലും ആശങ്കയുണ്ട്. PJ ജോസഫിന്റെ മകൻ അപ്പുവിന് കൈമാറിയ തൊടുപുഴയിൽ ഇക്കുറിയും മാണി ഭാഗം വലിയ പ്രതീക്ഷ പുലർത്തുന്നില്ല. പ്രചാരണത്തിൽ സിറിക് ചാഴിക്കാടന് മേൽക്കൈ നേടാനായില്ല എന്ന വിലയിരുത്തൽ നേരിയ ഒരു വിഷമത്തിലേക്ക് പാർട്ടി പോകുന്നുണ്ട്. പിറവത്തും പെരുമ്പാവൂരിലും ചാലക്കുടിയിലും ഇരിക്കൂരിലുമെല്ലാം സമാനമായ സാഹചര്യമാണെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. വടകര, കൽപ്പറ്റ, കൂത്തുപറമ്പ് സീറ്റുകളിൽ മത്സരിച്ച RJD നേരിയ വിജയപ്രതീക്ഷ പുലർത്തുന്നത് കൂത്തുപറമ്പിൽ PK പ്രവീണിലാണ്. കഴിഞ്ഞ തവണ 9541 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച് ജയം മുൻനിർത്തിയാണ് ഈ വിലയിരുത്തൽ ഇപ്പോൾ പാർട്ടി പറയുന്നത്. മന്ത്രി K കൃഷ്ണൻകുട്ടിയുടെ കാര്യത്തിൽ, അതായത് കൃഷ്ണൻകുട്ടിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദൾ ചിറ്റൂരിലും എറണാകുളത്തും തിരുവല്ലയിലുമാണ് മത്സരിച്ചത്. മത്സരം കടുപ്പമേറിയതായിരുന്നുവെങ്കിലും തിരുവല്ലയിൽ മാത്യു T തോമസ് വിജയപ്രതീക്ഷ പുലർത്തുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് പടിയിറങ്ങിയ കൃഷ്ണൻകുട്ടി വിജയിച്ച ചിറ്റൂരിൽ ഇക്കുറി അഡ്വക്കേറ്റ് K മുരുകദാസ് കടുത്ത മത്സരമാണ് നേരിടുന്നത്. എറണാകുളത്തും സമാനമായ ഒരു സ്ഥിതിയാണ് ഉള്ളത്. പതിവായി 4-ാം സീറ്റായി ലഭിക്കാറുള്ള കോവളത്ത് തർക്കത്തെ തുടർന്ന് ഇക്കുറി ഇടത് സ്വതന്ത്രൻ ജനവിധി തേടിയതിനാൽ വിജയിച്ചാലും അത് ISJDയുടെ ക്രെഡിറ്റിൽ വരില്ല. NCPക്കായി മന്ത്രി AK ശശീന്ദ്രൻ മത്സരിച്ച ഏലത്തൂരിലും തോമസ് K തോമസ് മത്സരിച്ച കുട്ടനാടിലും കാര്യങ്ങൾ അത്ര എളുപ്പമല്ല എന്ന് നേതാക്കൾ തന്നെ സമ്മതിക്കുന്നുണ്ട്. ഏലത്തൂരിൽ കഴിഞ്ഞ തവണ 38,502 വോട്ടിന്റെ ഭൂരിപക്ഷം ലഭിച്ചാണ് AK ശശീന്ദ്രൻ ആത്മവിശ്വാസമേകുന്നത്. എന്നാൽ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയർന്ന എതിർപ്പ് ഇത്തവണ ആശങ്ക ഉയർത്തിയിട്ടുണ്ട്. കുട്ടനാട്ടിൽ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സങ്കീർണമാണ്, കൂടുതൽ വെല്ലുവിളികൾ നിറഞ്ഞതാണ്. കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റായ കണ്ണൂരിൽ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രനും കേരള കോൺഗ്രസ് ബിയുടെ സിറ്റിംഗ് സീറ്റായ പത്തനാപുരത്ത് മന്ത്രി KV ഗണേഷ് കുമാറും വിജയിക്കാൻ അല്പം വിയർക്കേണ്ടി വരുമെന്ന കണക്കുകൂട്ടലിലാണ് പാർട്ടി. RSPയിലെ പ്രതിനിധിയായ കോവൂർ കുഞ്ഞുമോൻ മത്സരിച്ച കുന്നത്തൂരിലും രാഷ്ട്രീയ സാഹചര്യത്തിൽ മാറ്റമുണ്ട്. കോഴിക്കോട് സൗത്തിൽ INL വിജയപ്രതീക്ഷ വച്ച് പുലർത്തുന്നുണ്ട്. അങ്ങനെ 3-ാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുമോ അല്ലെങ്കിൽ വരില്ല എന്ന ഒരു കളത്തിലാണ് ഇപ്പോൾ പാർട്ടി തന്നെ നിൽക്കുന്നത്. പാർട്ടിക്ക് കണ്ണടച്ചുകൊണ്ട് വിശ്വസിച്ച് പറയാൻ പറ്റില്ല വൻ ഭൂരിപക്ഷത്തിൽ ഇത്തവണ CPM ജയിക്കും, പിണറായി വിജയൻ 3ാമതും അധികാരത്തിൽ വരുമെന്ന്. കാരണം ഇന്റലിജൻസ് റിപ്പോർട്ട് അടക്കം പറയുന്നത് 3 മന്ത്രിമാർ ഒഴികെ ബാക്കി എല്ലാവരും തകർന്ന് തരിപ്പണമാകും, വൻ തോൽവി ഏറ്റുവാങ്ങുമെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടുമുണ്ട്. അങ്ങനെയാണ് ഈ പാർട്ടിയുടെ ഗ്രൗണ്ട് റിപ്പോർട്ട് അടക്കം വിരൽ ചൂണ്ടുന്നത്.